സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ ഷഡ അശീതി തമോധ്യായ. ഇന്ന് 10ാം സ്കന്ധത്തിൽ 86ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതില് അർജുനൻ കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ വിവാഹം ചെയ്യുന്ന രീതി വിവരിക്കുന്നു. അർജുനൻ സന്യാസ വേഷത്തിൽ എത്തി സുഭദ്രയെ അപഹരിക്കുന്നു. കാരണം ബലരാമൻ സുഭദ്രയെ ദുര്യോധനന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അർജുനൻ സുഭദ്രയെ അപഹരിച്ചു എന്നറിഞ്ഞ ബലരാമൻ കോപിച്ചു. കൃഷ്ണൻ ബലരാമനെ സമാധാനിപ്പിച്ചു. പിന്നെ അടുത്തതായി ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ശുതദേവൻ എന്ന ബ്രാഹ്മണനെയും ബഹുലാശ്വൻ എന്ന രാജാവിനെയും ഒരേ സമയത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ മിഥിലയിൽ എത്തുന്നു. ഇത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ശ്ലോകം 1. ഓ നമോ ഭഗവതേ വാസുദേവായ. രാജോവാചാം ബ്രഹ്മൻ വേദിതുമിച്ഛാമാ സ്വസാരം രാമകൃഷ്ണയോഃ യഥോഭയമേ വിജയോ യാ മമാസീത് പിതാമഹി. ഇപ്പൊ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ശ്രീശുവനോട് ചോദിക്കുകയാണ്, ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ള ശ്രീശുക മഹർഷിയെ, വേദിതും ഇച്ഛാമ സ്വസാരം രാമകൃഷ്ണയോഃ യഥോ ഉപയേമേ വിജയോ യാ മമ ആസീത് പിതാമഹി. യാതൊരുത്തി മമ പിതാമഹി, എന്റെ പിതാവിന്റെ അമ്മയായിട്ട് ആസീത് ഭവിച്ചുവോ. പിതാവിന്റെ അമ്മ ആരാണ്? പരീക്ഷത്തിന്റെ പിതാവ് അഭിമന്യു, അഭിമന്യുവിന്റെ അമ്മ സുഭദ്ര. അപ്പൊ സുഭദ്രയെ എന്റെ പിതാവ് അർജുനൻ, സുഭദ്രയുടെ ഭർത്താവ് അർജുനൻ. അപ്പോ അഭിമന്യുവിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ സുഭദ്രയും അർജുനനുമാണ്. അപ്പൊ എന്റെ പിതാമഹി എന്ന് പറയുമ്പോൾ പരീക്ഷത്തിന്റെയാണ്. പരീക്ഷത്തിന്റെ പിതാമഹി എന്ന് പറയുമ്പോൾ സുഭദ്രയാണ്, അച്ഛന്റെ അമ്മ, അഭിമന്യുവിന്റെ അമ്മ. അപ്പോ മമ പിതാമഹി, എന്റെ പിതാവിന്റെ അമ്മയായിട്ട് ആര് ഭവിച്ചുവോ. രാമകൃഷ്ണയോഹോ, രാമകൃഷ്ണന്മാരുടെ സ്വസാരം, സ്വസാവിനെ, അതായത് രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ. വിജയ അർജുനൻ യഥാ ഉപയമേ, എങ്ങനെ വിവാഹം ചെയ്തു. എന്റെ പിതാമഹിയെ എങ്ങനെ വിവാഹം ചെയ്തു. വേദിതും, അറിയാനായിക്കൊണ്ട് ഇച്ഛാമ, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിത്ത് ശ്രീശിവനോട് ചോദിച്ചു. എന്റെ അച്ഛന്റെ അമ്മ എങ്ങനെയാണ് അച്ഛന്റെ അച്ഛനെ വിവാഹം കഴിച്ചത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിത്ത് ചോദിക്കുകയാണ്. ബ്രഹ്മൻ വേദിതമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോഃ യഥോഭയമേ വിജയോ യാ മമാസീത് പിതാമഹി. ശ്ലോകം 2. ശ്രീശുകോവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭു ഗതപ്രഭാസം അശൃണോൻ മാതുലേയും സ ആത്മനഃ. അപ്പൊ ശ്രീശിവൻ അതിന് ഉത്തരം പറയുകയാണ്. പരീക്ഷിത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ശ്രീശിവൻ പറയുകയാണ്. അർജുനഃ തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ അർജുനഃ. സമർത്ഥനായ അർജുനൻ തീർത്ഥയാത്രയിൽ അവനീം, ഭൂമിയെ പര്യടൻ, സഞ്ചരിക്കുന്നവനായി. അപ്പോൾ ഒരു ദിവസം അർജുനൻ എന്ത് ചെയ്തു? തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ച് എവിടെ എത്തി? പ്രഭാസം ഗതഃ, പ്രഭാസം എന്ന തീർത്ഥ സ്നാനത്തെ പ്രാപിച്ചു.
അപ്പൊ അർജുനൻ ഭൂമിയിൽ തീർത്ഥയാത്ര നടത്തി പ്രഭാസത്തിലെത്തി. സഹ അവൻ ആത്മനഹ തന്റെ മാതുലേയും അമ്മാവന്റെ പുത്രിയെ അശൃണോത്. അപ്പൊ അവൻ തന്റെ അമ്മാവനായ വസുദേവന്റെ പുത്രിയായ സുഭദ്രയുടെ കല്യാണ വർത്തമാനം കേൾക്കാൻ ഇടയായി. കാരണം മാതുലേയി അമ്മാവിന്റെ പുത്രിയെ അശൃണോത്, അമ്മാവിന്റെ പുത്രിയെ പറ്റി കേട്ടു. അതായത് അമ്മാവിന്റെ പുത്രി എന്ന് പറയുന്നത് സുഭദ്രയാണ്. അതായത് അർജുനന്റെ അമ്മ കുന്തിയുടെ സഹോദരനാണ് വസുദേവർ. അപ്പൊ അമ്മാവനാണല്ലോ. അമ്മാവന്റെ പുത്രി സുഭദ്ര, അതായത് കൃഷ്ണന്റെ സഹോദരി, കൃഷ്ണന്റെ ബലരാമന്റെ സഹോദരി സുഭദ്രയുടെ കല്യാണ വർത്തമാനം കേൾക്കാനിടയായി. തീർത്ഥയാത്ര നടത്തി പ്രവാസത്തിലെത്തിയപ്പോൾ അറിഞ്ഞു, ഇന്ന് സുഭദ്ര, ഇപ്പൊ ഉടനെ തന്നെ സുഭദ്രയുടെ വിവാഹം നടക്കും. ശ്രീശുകോവാച അർജുന തീർത്ഥയാത്രായ പര്യടൻ അവനീം പ്രഭോ ഗതപ്രഭാസം അശൃണോൻ മാതുലേയീം സ ആത്മനഃ. ശ്ലോകം 3. ദുര്യോധനായ രാമ സ്ഥാം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സ യതിർഭൂത്വാ ത്രിദണ്ഡി ദ്വാരകാമഗാത്. ദുര്യോധനായ രാമഃ താം ദാസ്യതി ഇതി ന ചാപരേ. രാമഃ ബലരാമൻ താം അവളെ ദുര്യോധനായ ദാസ്യതി ദുര്യോധനായിക്കൊണ്ട് കൊടുക്കും. അവരെ മറ്റുള്ളവർക്ക് ഇതി ദാനം ചെയ്യില്ല. അപ്പൊ അങ്ങനെ അതിന് കാരണം എന്താണ്? ബലരാമന്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനെ കൊണ്ട് തന്റെ സഹോദരിയെ വിവാഹം ചെയ്യിപ്പിക്കാമെന്ന് ആര് നിശ്ചയിച്ചു? ബലരാമൻ നിശ്ചയിച്ചു. സഹ അവൻ തല്ലിപ്സു അവളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനായി ത്രിദണ്ഡി 3 ദണ്ഡുകളോടുകൂടിയ യതി സന്യാസിയായി, അതായത് സന്യാസ വേഷം ധരിച്ച് ഭൂത്വ ഭവിച്ചിട്ട് സന്യാസിയായി ഭവിച്ചിട്ട് ദ്വാരകയെ ഗമിച്ചു. അപ്പൊ നേരായ രീതിയിൽ സുഭദ്രയെ കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ഒരു സന്യാസിയുടെ വേഷത്തിൽ അർജുനൻ എന്ത് ചെയ്തു? ദ്വാരകയെ പ്രാപിച്ചു. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സ യതിർഭൂത്വ ത്രിദണ്ഡി ദ്വാരകാമഗാത്. ശ്ലോകം 4. തത്ര വൈ വാർഷികാമാസാൻ അവാത്സി സ്വാർത്ഥ സാധക പൗരൈ സഭാജിതോ ഭീഷ്ണം രാമേണ അജാനത ച സഹ. തത്ര വൈ വാർഷികാമാസാൻ അവാത്സി സ്വാർത്ഥ സാധക സ്വന്തം കാര്യം സാധിക്കാൻ ഒരുങ്ങിയവനായി തത്ര അവിടെ വാർഷികാമാസാൻ വർഷകാലങ്ങളെ അവാത്സി വസിച്ചു. അപ്പോൾ സുഭദ്രയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആ സന്യാസി വേഷധാരിയായ അർജുനൻ വർഷകാലം മുഴുവനും ദ്വാരകയിൽ തന്നെ താമസിച്ചു. അതാണ് വാർഷികാമാസാൻ വർഷകാലങ്ങളെ അവാത്സി അവിടെ താമസിച്ചു. സഹ അവൻ പൗരൈ പുരവാസികളായും അജാനത അറിയാത്തവനായ രാമേണച്ച രാമനാലും അഭീഷ്ടം ഏറ്റവും സഭാജിത പൂജിക്കപ്പെട്ടു. അപ്പം ബ്രാഹ്മണരെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ബ്രാഹ്മണരെ പൂജിക്കണമെന്നാണല്ലോ ഭഗവാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സന്യാസി, യോഗ്യനായ ഒരു സന്യാസി ത്രിദണ്ഡക്കൊക്കെ ധരിച്ച് അപ്പോൾ ഒരു സന്യാസിയായിട്ട് അർജുനനെ കണ്ടപ്പോൾ ആരെന്നറിഞ്ഞില്ല, ബലരാമനും ദ്വാരകാവാസികളും എന്ത് ചെയ്തു? അർജുനനെ ആദരവോടെ പൂജിച്ചു. തത്ര വൈ വാർഷികാമാസാൻ അവാസി സ്വാർത്ഥ സാധക പൗരൈ സഭാജിതോ ഭീഷ്ണം രാമേണ ജാനതാം ച സഹ. ശ്ലോകം 5. ഏകതാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോ ഉപഹൃതം ഭൈഷ്യം ബലേന ബുഭുജേ കിലാം. ഏകത ഒരു നാൾ തം അവനെ ആതിഥ്യേന നിമന്ത്രിയ അതിഥി സൽക്കാരത്തിനായി നിമന്ത്രിയ ക്ഷണിച്ചിട്ട് ഗൃഹത്തെ ആനയിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ദ്വാരകയിൽ അർജുനൻ വസിക്കുന്ന കാലത്ത് ഒരു നാൾ ബലരാമൻ എന്ത് ചെയ്തു? ഈ സന്യാസിയെ തന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
ഗൃഹത്തിലേക്ക് ക്ഷണിച്ചിട്ട് ബലരാമനാൽ ശ്രദ്ധയോടുകൂടി ഉപഹരിക്കപ്പെട്ടു, സ്വീകരിക്കപ്പെട്ട് ഭിക്ഷാന്നത്തെ ഭിക്ഷ നൽകി. ബുഭുജേക്കിലോ അത് സന്യാസി ഭുജിക്കുകയും ചെയ്തു. അപ്പോൾ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സന്യാസിക്ക് നല്ല ആഹാരമൊക്കെ കൊടുത്തു. ശ്രദ്ധാപൂർവം അന്ന് അവിടെ ഭിക്ഷയൊക്കെ നൽകി. സന്യാസി അത് കഴിക്കുകയും ചെയ്തു. ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിയതം ശ്രദ്ധയോ ഉപകൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേക്കിലാം. ശ്ലോകമാർ. സോവശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീതു ഉത്ഫുല്ലേക്ഷണ തസ്യാം ഭാവക്ഷുബ്ധം മനോ ദധേ. സഹ അപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീതി ഉത്ഫുല്ല ഈക്ഷണ തസ്യാം ഭാവക്ഷുബ്ധം മനഃ ദധേ. സഹ അവൻ തത്ര അവിടെ മനോഹരാം മഹതീം കന്യാം അപശ്യത്. മനോഹരാം വീരമനോഹരം, വീരന്മാരുടെ മനസ്സിനെ അപഹരിക്കുന്ന മഹതീം പൂജ്യയായ കന്യയെ അപശ്യത് കണ്ടു. അവിടെ ചെന്നപ്പോൾ ആ വീരന്മാരുടെ മനസ്സിനെ ഹരിക്കുന്ന ആ കന്യക സുഭദ്രയെ കണ്ടു. പ്രീതി ഉത്ഫുല്ല ഈക്ഷണ, സന്തോഷത്താൽ വികസിച്ച കണ്ണുകളോടുകൂടിയവനായി തസ്യാം അവളിൽ ഭാവക്ഷുപ്തം, ഭാവത്താൽ കലങ്ങിയതായ മനസ്സിനെ ദധേ ധരിച്ചു. അപ്പൊ അവളിൽ മനസ്സ് പ്രവേശിച്ചു. അപ്പൊ സുന്ദരിയായ സുഭദ്രയെ കണ്ട് അർജുനന് അവളെ ഇഷ്ടപ്പെട്ടു, മനസ്സില് അവളെ ധരിച്ചു, അവളിൽ മനസ്സ് പ്രവേശിക്കുകയും ചെയ്തു. സോപശ്യത്തത്ര മഹതീം കന്യാം വീര മനോഹരാം പ്രീത്യുദ്ഫുല്ലേക്ഷണ തസ്യാം ഭാവക്ഷുബ്ധം മനോദധേ. ശ്ലോകം 7. സാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാവാംഗീ തന്നസ്താ ഹൃദയേക്ഷണാം. സ അഭിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം. നാരീണാം ഹൃദയംഗമം, സ്ത്രീകളുടെ ഹൃദയത്തിന് പറ്റിയവനായ തം അവനെ വീക്ഷ കണ്ടിട്ട് ഹസന്തി ചിരിക്കുന്നവളും വ്രീഡിത അപാംഗി ലജ്ജയെ സൂചിപ്പിക്കുന്ന കടക്കൺ നോട്ടത്തോടു കൂടിയവളായും തന്നസ്ത ഹൃദയേക്ഷണ അവനിൽ വയ്ക്കപ്പെട്ട മനസ്സോടോടും കണ്ണുകളോടും കൂടിയവളായിട്ട് സാബി അവളും ചകമേ കാമിച്ചു. അപ്പൊ സുഭദ്ര ഈ സന്യാസിയെ കണ്ടപ്പോൾ ആ സന്യാസിയുടെ ആ ഭാവഭേദനത്തില് ആ സുഭദ്രയും ആകൃഷ്ടയായി. അപ്പൊ സന്യാസിയില് സുഭദ്ര ആകൃഷ്ടയായി. അവള് സന്യാസിയെ കണ്ടൊന്ന് ചിരിച്ചു, ലജ്ജയെ സൂചിപ്പിക്കുന്ന കടക്കൺ നോട്ടം ഒന്ന് നോക്കി. അപ്പോൾ സുഭദ്രയുടെ മനസ്സും അർജുനനിൽ പ്രവേശിച്ചു. അപ്പോൾ സുഭദ്രയുടെ, അതായത് സ്ത്രീകളുടെ മനസ്സിനെ അപഹരിക്കാൻ തക്ക സൗന്ദര്യം അർജുനനുണ്ട്. അപ്പോൾ അർജുനനിൽ തന്നെ മനസ്സും കണ്ണും ഉറപ്പിച്ച് അനുരാഗത്തെ സ്പഷ്ടമായി പ്രകാശിപ്പിച്ചു. സാവിധം ജഗമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാവാംഗി തന്നസ്ത ഹൃദയേക്ഷണാം. ശ്ലോകം 8. താംബരം സമനുധ്യായൻ അന്തരം പ്രേപ്സുർ അർജുനഃ ന ലേഭേശം ഭ്രമച്ചിത്ത കാമേനാദിബലീയസ. താം പരം സമനുധ്യായൻ പ്രേപ്സുഹു അർജുനഃ. താം പരം അവളെ തന്നെ സമനുധ്യായൻ ഏറ്റവും ധ്യാനിക്കുന്നവനായി, അവളെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന അന്തരം അവസരത്തെ പ്രാപിക്കാൻ ഇച്ഛയോടുകൂടിയ, അവളെ സ്വാധീനിക്കാൻ തക്ക അവസരം പാത്തു കഴിഞ്ഞിരുന്ന അർജുനൻ അതിബലീയസ ഏറ്റവും ബലവാനായ കാമനാൽ ഭ്രമിക്കുന്ന ചിത്തത്തോടു കൂടിയവനായി സുഖത്തെ ന ലേഭേ ലഭിച്ചില്ല. അപ്പോ അർജുനന്റെ മനസ്സിലെ മന്മഥവികാരം വന്നു. കാമനാൽ ഭ്രമിക്കുന്ന ചിത്തം എന്ന് വെച്ചാൽ മന്മഥവികാരം.
വന്ന് മനസ്സ് അസ്വസ്ഥ ചിത്തനായി, സുഖം ഇല്ലാത്തവനായി ഭവിച്ചു. കാരണം എന്താണ്? ബലരാമൻ നേരത്തെ തന്നെ ദുര്യോധനന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം സുഭദ്രയെ നേരെ തരുകയില്ല, ബലരാമൻ നേരിട്ട് കൊടുക്കുകയില്ല. അപ്പൊ പിന്നെ അയാൾക്ക് മനസ്സ് ഒരു സ്വസ്ഥമില്ലാതായി ഭവിച്ചു അർജുനന്. താംബരം സമനുധ്യായൻ അന്തരം പ്രേപ്സുർ അർജുന ന ലേഭേഷം പ്രമച്ചിത്ത കാമേനാതിബലീയസാം. ശ്ലോകം 9. മഹത്യാം ദേവയാത്രായാം രതസ്താം ദുർഗനിർഗതാം ജഘാരാനുമത പിത്രോ കൃഷ്ണസ്യ ച മഹാരഥഃ. മഹത്യാം ദേവയാത്രായാം, മഹതിയായ ദേവയാത്രയിൽ, അതായത് ആ സമയത്ത് അവിടെ ഒരു മഹോത്സവം നടക്കുകയായിരുന്നു. ആ സമയത്ത് അത് കാണാനായി കോട്ടയിൽ നിന്നും പുറത്തേക്ക് സുഭദ്രയും അതുപോലെ സുഭദ്രയെ ശ്രീകൃഷ്ണന്റെയും ദേവകി വസുദേവന്മാരുടെയും സമ്മതപ്രകാരം തന്നെ ദേവയാത്രയിൽ, അതായത് മഹത്തായ മഹോത്സവം നടന്നപ്പോൾ സുഭദ്ര വെളിയിലിറങ്ങി. അപ്പോ പിത്രോഹോ മാതാപിതാക്കന്മാരാലും കൃഷ്ണസ്യച കൃഷ്ണനാലും അനുമത സമ്മതിക്കപ്പെട്ടവരാൻ. അപ്പോ കൃഷ്ണനും അറിയാം ഇത് അർജുനനാണെന്ന്. അപ്പോ കൃഷ്ണൻ സമ്മതിച്ചു. അതുപോലെ തന്നെ മാതാപിതാക്കളായ ദേവകിയും വസുദേവനും സമ്മതിച്ചു. മഹാരഥൻ രഥസ്ഥാം തേരിലിരിക്കുന്നവളും ദുർഗനിർഗതാം ദുർഗത്തിൽ നിന്ന് നിർഗമിച്ചവളുമായ അവളെ ജഹാര ഹരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണന്റെയും ദേവകി വസുദേവന്മാരുടെയും സമ്മതത്തോടുകൂടി കോട്ടയിൽ നിന്നും പുറത്തു വന്ന തേരിലിരിക്കുന്ന സുഭദ്രയെ, അപ്പൊ ആ മഹോത്സവം കാണാൻ വേണ്ടി തേരിൽ സുഭദ്ര വെളിയിലോട്ടിറങ്ങി. അപ്പോൾ കൃഷ്ണന്റെ സമ്മതത്തോടെ അതുപോലെ അച്ഛനും അമ്മയുടെ സമ്മതത്തോടു കൂടി എന്ത് ചെയ്തു? അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി. ആ തേരില് ഇരിക്കുകയല്ലേ, അപ്പൊ തേരിൽ കയറി യശോദയെ അപഹരിച്ചും കൊണ്ടുപോയി. അപ്പൊ ബലരാമനെ പിന്നീട് സമാധാനിപ്പിച്ചു കൊള്ളാമെന്ന വിചാരത്തിൽ സുഭദ്രയെ ബലമായി കൊണ്ടുപോയിക്കൊള്ളാൻ കൃഷ്ണനും ദേവകി വസുദേവന്മാരും അർജുനന് സമ്മതം കൊടുത്തു. അതനുസരിച്ചാണ് അർജുനൻ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയത്. മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമത പിത്രോ കൃഷ്ണസ്യ ച മഹാരഥഃ. ശ്ലോകം 10. രഥസ്ഥോ ധനുരാദായ ശൂരാം ച ആരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ. രഥസ്ഥഃ തനുരാദ ശൂരാൻ ച ആരുന്ധതോ ഭടാൻ. അപ്പൊ സുഭദ്രയെ തേരിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെ സമ്മതിക്കുവോ? ഭടന്മാരെന്ത് ചെയ്തു? വന്ന് തടഞ്ഞു. രഥസ്ഥ തേരിലിരിക്കുന്നവനായിട്ട് ആരുന്ധത 4 ഭാഗത്തും വളഞ്ഞ ശൂരാൻ ഭടാൻ, ശൂരന്മാരായ ഭടന്മാരെ അർജുനൻ എന്ത് ചെയ്തു? തനുഹു വില്ലിനെ ആദായ എടുത്തിട്ട് വിദ്രാവി അവരെ ഓടിച്ചു. ക്രോശത നിലവിളിക്കുന്ന സ്വാനാം സ്വന്തം കൂട്ടരെ കൂട്ടാക്കാതെ മൃഗരാട് സ്വഭാഗം ഇവ സിംഹം തന്റെ ഭാഗത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ തന്റെ ഓഹരി തന്റെ ബലിയാണ്, അല്ലെങ്കിൽ തന്റെ ഭാഗമാണ് ഇത്, തനിക്ക് അവകാശപ്പെട്ട വസ്തുവാണെന്ന രീതിയിൽ സുഭദ്രയെ അർജുനൻ അപഹരിച്ചുകൊണ്ട് പോയി. അപ്പൊ സുഭദ്രയെ തേരിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ അവിടെ വന്ന് ഭടന്മാർ തടഞ്ഞുവെങ്കിലും എന്ത് ചെയ്തു? അർജുനൻ അത് കൂട്ടാക്കാതെ സിംഹം തന്റെ ഓഹരിയെ എടുത്തുകൊണ്ട് പോകും പോലെ, നിസ്സാരമായി കൊണ്ടുപോകും പോലെ അർജുനനെയും സുഭദ്രയെ കൊണ്ട് പോയി. തന്നെ എതിർക്കാമെന്ന ഭടന്മാരെ അസ്ത്രം പ്രയോഗിച്ച് ഓടിച്ചു. രഥസ്ഥോ ധനുരാദായ ശൂരാം ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ. ശ്ലോകം 11. തശ്രുദ്ധ്വാ ക്ഷുഭിതോ രാമ പർവണീവ മഹാർണവഃ ഗൃഹീതപാദ കൃഷ്ണേന സുഹൃത്വീച്ച അന്വശാമ്യതാം. തത്ശ്രുദ്ധ്വാ ക്ഷുഭിതഃ രാമഃ പർവണി മഹാർണവഃ. തത് ശ്രുദ്ധ്വ അതിനെ കേട്ടിട്ട്, അതായത് സുഭദ്രയെ സന്യാസി അപഹരിച്ചു എന്ന് കേട്ടിട്ട് ബലരാമൻ
പർവണി മഹാർണവ, വാവ് നാളിൽ, അതായത് വെളുത്ത വാവ് നാളിൽ സമുദ്രം ക്ഷോഭിക്കുന്നത് പോലെ രാമൻ എന്ത് ചെയ്തു? ക്ഷുഭിത, ക്ഷോഭിച്ചു. ബലരാമന് ഭയങ്കര ദേഷ്യമായി. കാരണം തന്റെ സഹോദരിയെ ദുര്യോധനന് കൊടുക്കാൻ വെച്ചിരുന്നതാണ്. കൃഷ്ണേന സുഹൃത്ഭീച്ച, കൃഷ്ണനാലും സുഹൃത്തുക്കളാലും ഗൃഹീതപാത, ഗ്രഹിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവനായി അന്വശാമ്യത, അവനെ ക്രോധം ശമിപ്പിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണനും മറ്റു സുഹൃത്തുക്കളും എന്ത് ചെയ്തു? ബലരാമന്റെ പാദത്തിൽ നമസ്കരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ സമാധാനപ്പെടണം, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന ബലരാമനെ കൃഷ്ണനും സുഹൃത്തുക്കളും ചേർന്ന് കോപം ശമിപ്പിച്ചു. തശുദ്വാ ക്ഷുഭിതോ രാമ പർവണി ഇവ മഹാർണവ ഗൃഹീതപാദ കൃഷ്ണേന സുഹൃത്വീച്ച അന്വശാമ്യതാം. ശ്ലോകം 12. പ്രാഹിണോത്പാരിബർഹാണി വരവധ്യോർമുദാബല മഹാധനോപസ്കാരേഭ രഥാശ്വ നരയോഷിതാഹ. പ്രാഹിണോത്പാരിബർഹാണി വരവധ്യോഹോ മുദാ ബലഹ. ബലരാമൻ മുദാ സന്തോഷത്തോടുകൂടി വരവധ്യോ ഭാര്യാഭർത്താക്കന്മാർക്ക് മഹാധനോപസ്കാര ഇഭ രഥ അശ്വ നര യോഷിത. അപ്പൊ ശാന്തചിത്തനായ ബലരാമൻ ഉടനെ തന്നെ എന്ത് ചെയ്തു? അതിസന്തോഷത്തോടുകൂടി അർജുനനാണെന്നറിഞ്ഞ് അർജുനനും സുഭദ്രയ്ക്കും അധികം ധനം, മഹാധന ഉപസ്കാര ഇഭ രഥ അശ്വ നരയോഷിത, പല സാധനങ്ങൾ, ഇഭ ആനകൾ, രഥ തേരുകൾ, അശ്വ കുതിരകൾ, നര ദാസന്മാർ, യോഷിത ദാസികൾ എന്നിങ്ങനെയുള്ള സംഭാവനകൾ അയച്ചു കൊടുത്തു. അപ്പൊ അർജുനനാണ് കൊണ്ടുപോയെന്നറിഞ്ഞ് കൃഷ്ണൻ സമാധാനിപ്പിച്ച് സമാധാനചിത്തനായ ബലരാമൻ ഉടനെ തന്നെ ആവശ്യമായ ധനങ്ങളെല്ലാം, കുതിര, ആന, കാലാൾപ്പട ഇവയെല്ലാം ദാസിമാരടക്കം സമ്മാനങ്ങൾ കൊടുത്തയച്ചു. പ്രാഹിണോത്പാരി ബർഹാണി വരവത്യോർമുദാബല മഹാധനോപസ്കരേഭ രഥാശ്വ നരയോഷിത. ശ്ലോകം 13. ശ്രീശുവാച കൃഷ്ണസ്യാസി ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത കൃഷ്ണ ഏകഭക്ത്യ പൂർണാഥ ശാന്തകവി അലംബട. അപ്പൊ ഇനി വേറെ കഥയാണ്. അപ്പൊ സുഭദ്രയെ എങ്ങനെയാണ് തന്റെ അച്ഛന്റെ അമ്മയായതെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം പറഞ്ഞു. കൃഷ്ണൻ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയ രീതി പറഞ്ഞു. ഇനി കൃഷ്ണ ഭക്തനും ശ്രുതദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ, അയാളെ അതുപോലെ തന്നെ ബഹുലാശ്വൻ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി കൃഷ്ണൻ പുറപ്പെടുന്ന കഥയാണ് അടുത്ത് പറയുന്നത്. ശ്രീശുഗോവാച കൃഷ്ണ ആസീത് ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത. ശ്രുതദേവ ഇതി ശ്രുത. ശ്രുതദേവൻ എന്ന് പേരുള്ളവനും കൃഷ്ണ ഏകഭക്ത്യ, കൃഷ്ണനിൽ ഏകാന്ത ഭക്തി ഉണ്ട്, പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയവനും, ശാന്തക അടങ്ങിയ മനസ്സോടുകൂടിയവനും, കവിഹി സാധാരണ ബുദ്ധിയുള്ളവനും, അസാധാരണ ബുദ്ധിയുള്ള, കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി, ബുദ്ധിയുള്ളവൻ, ഇവിടെ കവിത എഴുതുന്നവൻ എന്നുള്ള അർത്ഥമല്ല, അസാധാരണ ബുദ്ധിയുള്ളവൻ എന്നാണ്. അലംബട ആഗ്രഹമില്ലാത്തവനുമായ ദ്വിജശ്രേഷ്ഠ ബ്രാഹ്മണ ശ്രേഷ്ഠൻ കൃഷ്ണസ്യ ആസീത് കൃഷ്ണന് ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണന്റെ ഭക്തനായ ശ്രുതദേവൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണഭക്തി കൊണ്ട് അയാൾക്ക് ധനത്തിലൊന്നും ആശമില്ല. അയാൾ ശാന്തചിത്തനാണ്, ആശയറ്റവനാണ്, ഭഗവാനെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് ധനസമ്പാദനത്തിലൊന്നും ശ്രദ്ധയില്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു ശ്രുതദേവൻ. ശ്രീശുഗവാച കൃഷ്ണസ്യാസി ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത കൃഷ്ണൈക ഭക്ത്യാ പൂർണാർത്ഥ ശാന്തകവി അലംബട. ശ്ലോകം 14. സൗവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയാ
ആഗതാഹാര്യ നിവർത്തിത നിജ ക്രിയ. അപ്പൊ അയാള് സഹ ഉവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയ ആഗത ആഹാര്യ നിവർത്തിത നിജക്രിയ. അനീഹയ പ്രവൃത്തി ചെയ്യാതെ അയാൾ ധനസമ്പാദനത്തിനൊന്നും പരിശ്രമിച്ചില്ല. ആഗത ആഹാര്യ നിവർത്തിത എതിർച്ചയായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥം കൊണ്ട് നിവർത്തിക്കപ്പെട്ട നിജക്രിയ തന്റെ കാര്യങ്ങളോടുകൂടി, അതായത് എതിർച്ചയായി ലഭിക്കുന്ന ആഹാര പദാർത്ഥം കൊണ്ട് അയാൾ സന്തുഷ്ടനാണ്. അത് വെച്ച് ജീവിതം മുന്നോട്ട് നീക്കിയ ആളാണ്. സഹ അവൻ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചവനായി വിദേഹേഷു വിദേഹ രാജ്യങ്ങളിൽ മിഥിലയിൽ ഉവാസ താമസിച്ചു. ഇപ്പൊ വിദേഹ രാജ്യങ്ങൾ ഉൾപ്പെട്ട മിഥിലയിൽ അയാള് അതായത് ഭിക്ഷാടനമൊക്കെ ചെയ്ത് എതിർച്ചയാ കിട്ടുന്നത് മാത്രം ഭക്ഷിച്ച് ധനസമ്പാദനത്തിന് വേണ്ടി ഒന്നും ശ്രമിക്കാതെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് കഴിഞ്ഞ ഒരു ബ്രാഹ്മണനായിരുന്നു ശുതദേവൻ. സൗവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയാ ആഗതാഹാര്യ നിവർത്തിത നിജക്രിയാം. ശ്ലോകം 15. യാത്രാമാത്രം തു അഹരഹർ ദൈവാദ് ഉപനം അത്യുതാം നാധികം താവതാ തുഷ്ട ക്രിയാശ്ചക്രേ യഥോചിതാഹാം. യാത്രാമാത്രം തു അഹരഹർ ദൈവാൻ ഉപനം അത്യുതഃ ഉപനമത്തി ഉദാന്നാണ്. ഉപനമതി ഉദ അങ്ങനെ വരുള്ളൂ. ഉപനമതി ഉദ. അഹരഹ എല്ലാ ദിവസവും യാദൃച്ഛികമായിട്ട് യാത്രാമാത്രം നിർവാഹത്തിന് വേണ്ടിയുന്നത് മാത്രം, അതായത് ജീവൻ നിലനിർത്താൻ മാത്രമുള്ള ഭക്ഷണം എന്ത് ചെയ്യും? ഉപനമതി ഉദ സമീപത്തിൽ വരികയും ചെയ്യും. അപ്പൊ ശരീരം നിലനിർത്താൻ വേണ്ടുന്ന അത് മാത്രം ആഹാരദ്രവ്യം എല്ലാ ദിവസവും ആരെങ്കിലും കൊടുക്കും. എങ്ങനെ? യാദൃച്ഛ്യമായി വന്നു ചേരും. അത് അധികം വരൂല, ഓരോ ദിവസത്തേക്ക് മാത്രം. അധികമില്ല. താവത് അത്രമാത്രം കൊണ്ട് തുഷ്ട സന്തോഷിച്ചവനായിട്ട് ഉള്ളതുകൊണ്ട് സന്തോഷം. ഉചിതങ്ങളായ ക്രിയകളെ യഥാ വേണ്ടും വിധം ചക്രേ ചെയ്തു. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിന് ഉചിതമായ ക്രിയകൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ കുടുംബം പുലർത്താൻ ആ യാദൃശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ അന്നേക്കുള്ള അഷ്ടിക്ക് വക കിട്ടും. അപ്പൊ അത് മാത്രം ഉപയോഗിച്ച് അയാൾ പക്ഷെ സന്തുഷ്ടനുമാണ്. അയാൾക്കൊരു ദുഃഖവും ഇല്ല. ശരീരം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം അന്നു കിട്ടും. അത് വെച്ച് കുടുംബം പുലർത്തിപ്പോന്നു. യാത്രാമാത്രം ദ്വാഹരഹർ ദൈവാത് ഉപനമതിത്യുതാം നാധികം താവതാ തുഷ്ട ക്രിയാശ്ചക്രേയതോചിതാം. ശ്ലോകം 16. തഥാ തദ്രാഷ്ട്രപാലോങ്ക ബഹുലാശ ഇതി ശ്രുത മൈഥിലോ നിരഹം മാന ഉഭാവപ്യച്യുത പ്രിയൗ. യഥാ തത് രാഷ്ട്രപാലക അംഗ ബഹുലാശ്വ ഇതി ശ്രുത. അംഗ ഹേ പൂജ്യ, ശ്രീശിവൻ പരീക്ഷത്തിനോട് പറയാണ്, ഹേ പൂജ്യ, തഥാ അപ്രകാരം തന്നെ തത് രാഷ്ട്രപാല ആ രാജ്യത്തെ പാലിക്കുന്നവനും ബഹുലാശ്വ ഇതി ശ്രുത ബഹുലാശ്വൻ എന്ന പേര് കീർത്തി കേട്ടവനും നിരഹം മാന അഹംഭാവമില്ലാത്തവനും മൈഥിലഹ മിഥിലന്റെ വംശത്തിൽ ജനിച്ചനുമായ ഒരുവൻ ആസീദ് ഉണ്ടായിരുന്നു, മിഥിലന്റെ വംശത്തിൽ ഉണ്ടായിരുന്നു. ഉഭവ രണ്ടുപേരും അച്യുതപ്രിയോ കൃഷ്ണഭക്തന്മാർ
ആയിരുന്നു. അപ്പോൾ ബഹുലാശ്വൻ എന്ന് കീർത്തി കേട്ട ഒരു രാജാവും ആ മിഥില രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിനും എല്ലാ സമൃദ്ധി ഉണ്ടെങ്കിലും അഹങ്കാരമില്ലായിരുന്നു. തഥാ തദ്രാഷ്ട്രപാലോങ്കാം ബഹുലാശ ഇതി ശ്രുത മൈഥിലോ നിരഹങ്കാര ഉഭാവപ്യച്യുത പ്രിയൗ. ശ്ലോകം 17. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാഹം മുനിഭിർ വിദേഹാൻ പ്രയോ പ്രഭു. തയോഹോ അവർ രണ്ടുപേർ, പ്രസന്നഹ പ്രസാദിച്ച ഭഗവാൻ ഐശ്വര്യപൂർണനായ പ്രഭു ഈശ്വരൻ. അപ്പൊ ഈ രണ്ടുപേരിൽ ആരില്? ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനിലും ബഹുലാശ്വൻ എന്ന രാജാവിലും പ്രസാദിച്ച ഭഗവാൻ മുനിഭീസാകം മുനികളോടുകൂടി ദാരുകേണ ദാരുകനാൽ ആകൃതം, ദാരുകനാൽ കൊണ്ടുവരപ്പെട്ട രഥത്തിൽ ആരുഹ്യ കയറിയിട്ട് വിദേഹാൻ വിദേഹ രാജ്യങ്ങളെ പ്രയാണം ചെയ്തു. അപ്പൊ ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു ദിവസം എന്ത് ചെയ്തു? ദാരുകനാണ് ഭഗവാന്റെ സാരഥി. ദാരുകൻ കൊണ്ടുവന്ന രഥത്തിൽ കയറി മുനികളോടുകൂടി എവിടെ പോയി? വിദേഹ രാജ്യത്തിലേക്ക് പോയി, മിഥിലയിലേക്ക് പോയി. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാകൃതം രഥം ആരുഹ്യ സാകം മുനിഭിർ വിദേഹാൻ പ്രയോ പ്രഭു. ശ്ലോകം 18. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോ അസിതോരുണി അഹം ബൃഹസ്പതി കണ്ണു മൈത്രേയശ്ചവനാദയ. അപ്പൊ ആരൊക്കെ പോയി? നാരദനുണ്ടായിരുന്നു, വാമദേവൻ അത്രി, കൃഷ്ണൻ, രാമൻ, രാമൻ എന്ന് പറഞ്ഞ ഇവിടെ ഭാർഗവരാമൻ പരശുരാമനാണ്. അസിതൻ, ആരുണൻ, അഹം ഞാൻ എന്ന് പറഞ്ഞ ശുഗൻ, അന്ന് ശുഗനും പോയെന്നാണ്. ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ചവനൻ, ആദയ മുതലായ മുനിമാരോടുകൂടി ഭഗവാൻ രഥത്തിൽ കയറി പുറപ്പെട്ടു. അപ്പോൾ നാരദൻ, വാമദേവൻ, അത്രി, വ്യാസൻ, ഭാർഗവരാമൻ, പരശുരാമൻ, അസിതൻ, ആരുണി, ശുഗൻ, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ചവനൻ മുതലായ മുനിമാരോടുകൂടി രഥത്തിൽ കയറി ഭഗവാൻ എങ്ങോട്ട് പോയി? വിദേഹ രാജ്യത്തിലേക്ക് പോയി, മിഥില രാജ്യത്തിലേക്ക് പോയി. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമാസുതാരിണി അഹം ബൃഹസ്പതി കണ്ണു മൈത്രേയ ചവനാദയാം. ശ്ലോകം 19. തത്ര തമായാന്തം പൗരാജാനപദാനൃപ ഉപതസ്തു സാർഖ്യഹസ്ത ഗൃഹൈ സൂര്യം വിബോധിതം. തത്ര തം ആയാന്തം അങ്ങനെ യാത്ര ചെയ്യുന്ന തം അവനെ, തത്ര അവിടെ പൗരാഹ പുരവാസികളും ജാനപദ ആ പട്ടണത്തിലുള്ളവരും അവിടെയുള്ള നാട്ടുപുറത്തുകാര്, പട്ടണവാസികളും, പൗരാഹ എന്ന് വെച്ചാൽ പുരവാസികൾ പട്ടണത്ത്, ജാനപദ എന്ന് വെച്ചാൽ നാട്ടുപുറത്തുള്ളവര്. നൃപ രാജാവേ സാർഖ്യ ഹസ്ത പൂജാദ്രവ്യം കയ്യിലുള്ളവരായിട്ട്. ഭഗവാൻ വരുന്നെന്നറിഞ്ഞ് എല്ലാവരും പൂജാദ്രവ്യങ്ങളോടുകൂടി വഴിയിൽ കാത്തുനിന്നു ഭഗവാനെ സ്വീകരിക്കാൻ. ഗൃഹങ്ങളോടുകൂടി ഉദിച്ച സൂര്യം ഇവ സൂര്യൻ എന്ന പോലെ ഉപസ്ഥവും സേവിച്ചു. അപ്പോ ഉദിച്ചു വരുന്ന സൂര്യൻ, ഗൃഹങ്ങളോടുകൂടി സൂര്യൻ എങ്ങനെ ഉദിച്ചു വരുവോ അപ്പൊ ഉദയസൂര്യനെ പോലെ ഭഗവാൻ വിളങ്ങി. ചുറ്റും ഗൃഹങ്ങളും സൂര്യൻ ഉദിച്ചു വരുന്നു, അതുപോലെ ചുറ്റും മുനിമാര് ഭഗവാൻ സൂര്യനെ പോലെ അതിൽ വിളങ്ങി. എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ പൂജാദ്രവ്യങ്ങളോടുകൂടി ഭഗവാനെ സ്വീകരിച്ചു. തത്ര തമായാന്തം പൗരാജാന പദാനൃപ ഉപതസ്തു സാർഖ്യഹസ്തം ഗൃഹൈ സൂര്യം വിബോധിതം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.